നമസ്കാരം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് ഇന്നലെ രാവിലെ 9 മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ 13 വയസ്സുകാരിയെ കണ്ടെത്താൻ കന്യാകുമാരിയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കുട്ടിയെ കാണാതായി 23 മണിക്കൂർ പിന്നിടുമ്പോഴും കുട്ടിയെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് കുട്ടിയുടെ പിതാവും മാതാവും അടങ്ങുന്ന അസം സ്വദേശികളായ കുടുംബം. കുട്ടി കന്യാകുമാരിയിലെത്തി എന്ന ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തമിഴ്നാട് പോലീസും RPFും കേരള പോലീസിനൊപ്പം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ വീട്ടുകാരോട് പിണങ്ങിയാണ് കുട്ടി വീട്ടിൽ നിന്ന് ആരുമറിയാതെ പോയത്. സഹോദരങ്ങളുമായി വഴക്കിട്ട കുട്ടിയെ അമ്മ ശാസിച്ചു. അമ്മയും അച്ഛനും ജോലിക്ക് പോയ സമയത്താണ് കുട്ടി വീട്ടിൽ നിന്ന് പോയത്. കുട്ടി ഒരിക്കലും മുൻപ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല എന്നും മകളെ ഉടൻ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് പറയുന്നു. വീടിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന പതിവില്ല. അവസാനമായി പോലീസിൽ നിന്ന് ലഭിച്ച വിവരം ആ ഫോട്ടോയാണ്. ആദ്യമായിട്ടാണ് കുട്ടി ട്രെയിനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ഇതിനു മുൻപ് ഇങ്ങനെ എവിടേക്കും പോയിട്ടില്ല. വളരെയധികം വിഷമമുണ്ട്. പോലീസ് വിവരങ്ങൾ നൽകുന്നുണ്ട്. ട്രെയിനിൽ ഇരിക്കുന്ന ഫോട്ടോ നേരത്തെ അയച്ചു തന്നിരുന്നു. അത് തൻ്റെ മകളാണെന്ന് പറഞ്ഞു. അമ്മയോടൊപ്പം അല്ലാതെ കുട്ടി പുറത്തേക്ക് പോകാറില്ല. കന്യാകുമാരിയിൽ നിന്ന് കുട്ടിയെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും കുട്ടിയുടെ പിതാവ് പറയുന്നു. കന്യാകുമാരി ബീച്ച് പ്രദേശത്ത് ഉൾപ്പെടെ പോലീസ് പരിശോധന നടത്തുകയാണ്. ഒപ്പം കുട്ടിയുടെ ഒരു സഹോദരൻ ചെന്നൈയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ വ്യക്തിയുമായിട്ടും പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്, വിവരങ്ങൾ തേടുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈക്ക് ധാരാളം ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ചെന്നൈക്ക് പോകാനുള്ള ഒരു ഉദ്ദേശം കുട്ടിക്കുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞിരുന്നു. ഒപ്പം ബീച്ച് പ്രദേശത്തെ ഡ്രൈവർമാരും തിരിച്ചറിഞ്ഞു. കുട്ടിയെ കണ്ടിരുന്നതായി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞുവെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ തെരച്ചിൽ നടത്തുന്നത് എന്നുമാണ് കഴക്കൂട്ടം പോലീസ് പറയുന്നത്. കന്യാകുമാരിയിൽ വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവർമാരും മറ്റ് ഓട്ടോ ഡ്രൈവർമാരും ഒക്കെ തന്നെ തെരച്ചിലിന് സഹായിക്കുന്നുണ്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പരിശോധന. തിരുവനന്തപുരത്ത് നിന്നും 2 ടീമുകളായിട്ടാണ് പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി കുട്ടിക്കായി തെരച്ചിൽ തുടരുന്നത്. ഇന്നലെ രാവിലെ 9 മണിക്കാണ് കഴക്കൂട്ടം പ്രദേശത്ത് നിന്ന് ഈ 13-കാരിയെ കാണാതായത്. വീട്ടിൽ നിന്ന് മാതാപിതാക്കളോട് പിണങ്ങി ഇറങ്ങിയ കുട്ടി ട്രെയിൻ കയറി പോവുകയായിരുന്നു. നിലവിൽ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടി കന്യാകുമാരിയിൽ എത്തിയത് എന്നാണ് വിവരം. ഓട്ടോ ഡ്രൈവർമാരെ ഫോട്ടോ കാണിച്ചുവെന്നും അവർ തിരിച്ചറിഞ്ഞുവെന്നും റെയിൽവേ പോലീസും സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ഫോട്ടോ കണ്ട ഓട്ടോ ഡ്രൈവർമാർ തിരിച്ചറിഞ്ഞു എന്നും പുലർച്ചെ 5:30യോടെയാണ് കുട്ടിയെ റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് ബീച്ചിലേക്കുള്ളത്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. സ്റ്റേഷന് പുറത്ത് റോഡരികിലായിട്ടാണ് കുട്ടിയെ കണ്ടത് എന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞത് എന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുമാണ് പോലീസിൻ്റെ വിശദീകരണം. രാത്രിയിൽ സ്റ്റേഷനിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല എന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. പാറശാലയ്ക്കും കന്യാകുമാരിക്കും ഇടയിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുട്ടി കഴിഞ്ഞോ എന്നും അതോ മറ്റെവിടേക്കെങ്കിലും പോയോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പാറശാല വരെ കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു എന്നാണ് ഫോട്ടോ എടുത്ത യാത്രക്കാരി നേരത്തെ പറഞ്ഞത്. ഇതിനുശേഷം കുട്ടി എവിടെ പോയെന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നില്ല. ഇപ്പോഴാണ് കുട്ടി കന്യാകുമാരിയിൽ ട്രെയിൻ ഇറങ്ങിയെന്ന സ്ഥിരീകരണം ലഭിക്കുന്നത്. ഇത്രയും നേരം കുട്ടി അധിക ദൂരം പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കുട്ടിക്ക് അസമീസ് അല്ലാതെ മറ്റ് ഭാഷകളൊന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് കുട്ടി ആരോടെങ്കിലും വഴി ചോദിച്ചൊക്കെ പോവുകയാണെങ്കിൽ കുട്ടിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ കന്യാകുമാരി പ്രദേശത്ത് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും.